അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജഫനി ട്രേഡ് മാജിക്, അതായത് ട്രേഡിംഗ് രംഗത്ത് ധാരാളം ടെക്നോളജികളും സ്ട്രാറ്റജികളും ഉപയോഗിക്കുന്നവരാണ് പല ട്രേഡർമാരും, ഞാനടക്കമുള്ള പലരും. അതിൽ വളരെ വ്യത്യസ്തമായ ഒരു ട്രേഡിംഗ് മെത്തേഡാണ് ഈ ജഫനി ട്രേഡ് മാജിക് എന്ന് പറയുന്ന ഈ ഒരു ട്രേഡിങ്ങിൻ്റെ മെത്തേഡിൽ ഉപയോഗിക്കുന്നത്. ഇത് തീർത്തും ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു സ്ട്രാറ്റജിയാണ്. അല്ലാതെ ട്രേഡിങ്ങിൽ മറ്റുള്ള ട്രെൻഡ് ലൈനോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഇൻഡിക്കേറ്ററുകളോ വാല്യൂകളോ ഒന്നും ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇത് ഒരുപാട് ട്രേഡിംഗ് മെത്തേഡിൽ, അതായത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. നല്ല റിസൾട്ടാണ് നിഫ്റ്റി, അതുപോലെ ബാങ്ക് നിഫ്റ്റി പോലെയുള്ള നമ്മുടെ ട്രേഡിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന അത്തരം കാര്യങ്ങളിലൊക്കെ നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഫോറക്സിൽ ചിലതിലൊക്കെ ഈ ഒരു മെത്തേഡ് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഫോറക്സിൽ ഇത് എത്രമാത്രം പ്രോഫിറ്റബിൾ ആണ് എന്നതിൻ്റെ ഒരു കാൽക്കുലേഷനാണ്. ഞാൻ ജൂലൈ 1 മുതൽ ജൂലൈ 31 വരെയുള്ള ഒരു ഹിസ്റ്ററി മാത്രമാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഗോൾഡിൻ്റെ ചാർട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അടിയിൽ നോക്കിയാൽ കാണാം, ബുധനാഴ്ച, അതായത് ജൂലൈ 1-ാം തീയതിയുള്ള ചാർട്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ ടെസ്റ്റ് ആരംഭിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ നമ്മൾ രണ്ട് മെത്തേഡിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യും. ഒന്ന്, ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഓപ്പൺ പ്രൈസ്, അതായത് ഈ പച്ച ക്യാനലിൻ്റെ അടിഭാഗം, അല്ലെങ്കിൽ ഇന്നലത്തെ ക്യാനലിൻ്റെ ക്ലോസിംഗ് പ്രൈസ്, ഇന്നലത്തെ മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് പ്രൈസ്. കുറച്ചും കൂടി ആക്യുറേറ്റായി തോന്നിയിട്ടുള്ളത് ഇന്നലെയുടെ മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് പ്രൈസിലാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയതായിട്ട് തോന്നിയത്. അതുകൊണ്ട് ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസ് ഉപയോഗിച്ച് നമുക്ക് ഈ സ്ട്രാറ്റജി എങ്ങനെ ഉപയോഗിക്കാമെന്നും അത് എത്രമാത്രം പ്രോഫിറ്റബിളാണ് എന്നുമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസ്, അതായത് കഴിഞ്ഞ മാസത്തെ ജൂലൈൻ്റെ മുമ്പുള്ള ജൂൺ മാസത്തിൻ്റെ അവസാനത്തെ ദിവസം 26-ാം തീയതി 1 ഡേറ്റ് ഇവിടെ അപ്പുറത്താണ് കാണിക്കുന്നത്. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയം രാത്രി നട്ടപ്പാതിര സമയത്തായതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഏതായാലും ഇന്നലത്തെ മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് പ്രൈസ് വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം 4011 ക്ലോസിംഗ് പ്രൈസ്. അപ്പോൾ നമ്മുടെ ഈ ട്രേഡ് മാജിക് എന്ന ഇവിടെ വരിക, ഇവിടെ XAUSD അല്ലെങ്കിൽ ഗോൾഡ് എന്ന് ടൈപ്പ് ചെയ്യുക, ഇവിടെ 4011 എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ജനറേറ്റ് മാജിക് സിഗ്നൽ എന്ന് പറയുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്താൽ ഇവിടെ എവിടെ നിന്ന് ബൈ ചെയ്യണമെന്നും അതിൻ്റെ ടാർഗറ്റ് 1 മുതൽ 4 വരെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും ഷോർട്ട് സെല്ലിൻ്റെ എൻട്രി പ്രൈസ് ആയിട്ട് വരിക. അതുപോലെ തന്നെ ഷോർട്ടിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും ലോങ് പൊസിഷൻ്റെ എൻട്രി പ്രൈസ് ആയിട്ട് വരിക. ടാർഗറ്റ് ഇവിടെ 4 കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിഗ്നലിൻ്റെ രൂപം ഉണ്ടാവുക. ഇത് നമുക്ക് കോപ്പി എന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് കോപ്പി ചെയ്ത് വാട്സപ്പിലേക്കോ മറ്റോ ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരിട്ട് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് കാണാൻ, കുറച്ചും കൂടി വൃത്തിയുള്ള ഒരു ട്രേഡിംഗ് സിഗ്നലായിട്ടായിരിക്കും അത് ഷെയർ ചെയ്യപ്പെടുക. ഞാൻ ഏതായാലും ഷെയർ ചെയ്യുന്ന രൂപം ഇവിടെ കാണിക്കണില്ല. മേലെ ഇവിടെ ഷെയർ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സർവീസ് താല്പര്യപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, വളരെ അധ്വാനമുണ്ട് ഇതിൻ്റെ പിന്നിൽ എന്ന് ഇതിനെക്കുറിച്ച് അറിയുന്നവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എത്രമാത്രം ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് നിർമ്മിച്ച ആളുകൾക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനതൊന്നും ഇവിടെ കാണിക്കുന്നില്ല. തൽക്കാലം നമുക്കിവിടെ ബൈ ചെയ്യേണ്ട പ്രൈസായ 4016 സെല്ല് ചെയ്യേണ്ട 4000 നമുക്കിവിടെ ഒന്ന് ചാർട്ടിൽ വരച്ച് നോക്കാം. ആദ്യം നമ്മൾ 416 വരയ്ക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി 416 ഓക്കെ. ഇവിടെ മാർക്കറ്റ് ജസ്റ്റ് ടച്ച് ആയിട്ടുണ്ട് എന്ന് പറയാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ എൻട്രി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സെൽ എൻട്രിക്ക് വേണ്ടി ഞാനിവിടെ 4000 മാർക്ക് ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും നമുക്ക് തൽക്കാലം ഈ ഒരു 2 ലൈനിൽ തന്നെ തുടരാം.
ഇവിടുന്ന് മാർക്കറ്റ് ബൈ നമുക്ക് ആക്റ്റീവായി, പക്ഷേ അത് ടാർഗറ്റിലേക്ക് പോകാതെ സ്റ്റോപ്പ് ലോസ് അടിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിഞ്ഞു, ഇവിടുന്ന് നമ്മുടെ സെല്ല് ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിയുമ്പോൾ $16 നമുക്കിവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് പകരം നമുക്കിവിടെ ഒരു സെല്ല് ആക്റ്റീവായിട്ടുണ്ട്. ഈ സെല്ലിൻ്റെ മൂന്നാമത്തെ ടാർഗറ്റ് വരെയാണ് പരമാവധി നമ്മൾ ഗോൾഡിൻ്റെ കാര്യത്തിൽ എടുക്കുന്നുള്ളൂ. ചിലതിൽ നമുക്ക് നാലാമത്തെ ടാർഗറ്റൊക്കെ പലപ്പോഴും കിട്ടാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഇത് ടാർഗറ്റ് 1ലേക്ക് വന്നാൽ നമ്മൾ ഒന്നുകിൽ എക്സിറ്റ് ആകാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ എൻട്രി ചെയ്ത ഭാഗത്തേക്ക് സ്റ്റോപ്പ് ലോസ് 4016 നിന്ന് 4000 മാറ്റി വെച്ചാൽ നമുക്ക് അഥവാ മാർക്കറ്റ് റിവേഴ്സ് അടിക്കുകയാണെങ്കിൽ നമുക്കിവിടെ നഷ്ടമില്ലാതെ രക്ഷപ്പെടും. അതുപോലെ തന്നെ ടാർഗറ്റ് 2ലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് 4000 നിന്ന് 3986 മാറ്റി വെക്കണം. അങ്ങനെയാണ് 3 ടാർഗറ്റും എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്. വേറെ ചില ആളുകൾ ചെയ്യുന്ന രീതി 3 ട്രേഡ് ഇടും, എന്നിട്ട് സ്റ്റോപ്പ് ലോസ് എല്ലാത്തിനും ഒരേപോലെ തന്നെ വെക്കും. ഒന്നിന് ടാർഗറ്റ് 1, മറ്റൊന്നിന് ടാർഗറ്റ് 2, മറ്റൊന്നിന് ടാർഗറ്റ് 3, ഇങ്ങനെ 3 സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്കിവിടെ എൻട്രി കാര്യങ്ങളും അത് ഓരോരുത്തരുടെ മണി മാനേജ്മെൻറ്റ് സിസ്റ്റം അനുസരിച്ച് എത്ര ലോട്ട് ട്രേഡ് ഇടണമെന്നും അതുപോലെ ബ്രേക്ക് ഈവനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണമെന്നും ട്രേഡിങ് അറിയുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ തൽക്കാലം അതൊന്നും കാണിക്കണില്ല. അപ്പോൾ നമുക്ക് 986 നമ്മുടെ ആദ്യ ടാർഗറ്റ്. നമുക്കത് ആയിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ലൈൻസ് കൂടി ഇടുകയാണ്. 986 ഒന്നാമത്തെ ടാർഗറ്റ് ഇതവിടെ അച്ചീവ് ആയിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി നമുക്ക് ഇവിടെ സംഭവിച്ചിട്ടുള്ള ഈ ഒരു നഷ്ടം ഇവിടെ നികത്താവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ടാർഗറ്റ് വരുന്നത് 971. നമുക്ക് 971 മാർക്കറ്റ് പോയിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇനി തൽക്കാലം കുറേ ലൈൻസ് ഇവിടെ വരുന്നതിന് പകരം ഈ ലൈൻസ് ഞാനിവിടെ 971 വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ 2 ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ ടാർഗറ്റ് നമുക്കിവിടെ വന്നിട്ടുള്ളത് 955. നമുക്ക് 55 മാർക്കറ്റ് വന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കിയാൽ കാണാം. മാർക്കറ്റ് 55 മാർക്കറ്റ് വന്നിട്ടില്ല. അപ്പോൾ മൂന്നാമത്തെ ടാർഗറ്റ് നമുക്കിതിൽ കിട്ടിയിട്ടില്ല. ഈ ഒരു ടാർഗറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വേണമെങ്കിൽ ഇവിടെ ലൈൻ വരച്ചിടാവുന്നതാണ്. ഇവിടെയാണ് നമ്മുടെ എൻട്രി വരുന്നത്. സ്റ്റോപ്പ് ലോസ് വരുന്നത് ഏകദേശം ഈ ഒരു റേഞ്ചിലാണ്. ടാർഗറ്റ് 2 വരെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് തൽക്കാലം അത് മാത്രം കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. $28 നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്ന് നേരത്തെ ഇവിടുത്തെ നഷ്ടമാകുന്ന $16 പോവുകയും ചെയ്യും. അപ്പോൾ രണ്ടും കൂടി ഇവിടെ വരക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാനിതിവിടെ വരക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു ദിവസത്തെ ട്രേഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ദിവസത്തേക്ക് പോകാം. ഇവിടെ മാർക്കറ്റ് അടുത്ത ദിവസം ഓപ്പൺ ആകുന്നു. ഇവിടുത്തെ മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് പ്രൈസ് വരുന്നത് 40.33. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ വന്നിട്ട് 40.33 എന്ന് കൊടുക്കാം. എന്നിട്ട് ജനറേറ്റ് മാജിക് സിഗ്നൽ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് 48 ബൈയും 4032 സെല്ലുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് വരച്ച് നോക്കാം. ആദ്യം 40.48 ഒന്ന് വരച്ച് നോക്കാം. അതിനുവേണ്ടി ഈ ലൈൻസ് കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഇങ്ങോട്ട് മാറ്റാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. 40.48. അപ്പോൾ ഇവിടെ നമുക്കിവിടെ ബൈ ഇവിടെ ആക്റ്റീവായിട്ടുണ്ട്. ഇനി സെൽ ചെയ്യേണ്ട പ്രൈസ് നമുക്കൊന്ന് നോക്കാം. സെല്ല് ചെയ്യേണ്ട പ്രൈസ് 40.32. അപ്പോൾ നമുക്ക് ഒരു ലൈൻസ് 40.32 മാറ്റാം. 40.32. അപ്പോൾ നമുക്കറിയാം അന്നത്തെ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം മിഞ്ഞാന്ന് സംഭവിച്ച അല്ലെങ്കിൽ ഇന്നലെ സംഭവിച്ച അതേപോലെ തന്നെ ഇവിടെ എൻട്രി ആക്റ്റീവായിട്ടുണ്ട്. അതായത് സെല്ല് ഇവിടെ ആക്റ്റീവായി, അത് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ഇവിടെ ബൈ ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ബൈ എൻട്രി പ്ലേസ് ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ ബൈ വരുന്നത്.
ഇവിടെയാണ് ബൈ ആക്റ്റീവ് ആകുന്നത്. ബൈ ആക്റ്റീവ് ആയതിൻ്റെ ശേഷം നമുക്ക് സ്റ്റോപ്പ് ലോസിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല എന്നിവിടെ നമുക്ക് നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ ടാർഗറ്റ് നമുക്ക് ബൈയിൻ്റെ ടാർഗറ്റ് മൂന്നാമത്തത് വരുന്നത് 40.93 നമുക്ക് 40.93 മാർക്കറ്റ് പോയിട്ടുണ്ടോ എന്ന് നോക്കാം. 40.93 അതായത് മാർക്കറ്റ് ഏകദേശം ഈ ഒരു സമയത്ത്, അതായത് വൈകുന്നേരം 6 മണിക്ക് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് $45 പ്രോഫിറ്റ് കിട്ടിയത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് നമുക്ക് വന്നിട്ടുള്ളത് $16 ഇവിടെ ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ $30 ഈ ദിവസത്തിൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ്. അപ്പോൾ ആ ദിവസവും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ഒരു ദിവസത്തേക്ക് പോകാം. അതിനുവേണ്ടി നമ്മൾ ഇവിടുത്തെ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഈ ചുവന്ന ലൈന് ഒരു ദിവസം തുടങ്ങുന്നതിൻ്റെ ലൈനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസിംഗ് പ്രൈസ് എടുക്കുന്നത്. അത് ട്രേഡിംഗ് അറിയുന്നവർക്ക് അതൊന്നും പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല. 4,123 നമുക്ക് നോക്കാം. ഇവിടെ ലോങ് വരുന്നത് 128ഉം 112ഉമാണ്. അപ്പോൾ നമുക്ക് ആ ലൈനൊന്ന് വരച്ച് നോക്കാം. 128 4,128. മറ്റൊന്ന് 4,112. 4,112 ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം മാർക്കറ്റ് സെല്ലിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല. ഇവിടെയാണ് നമുക്ക് എൻട്രി വന്നിട്ടുള്ളത്. നമുക്കിവിടെ ലോങ് പൊസിഷൻ വരക്കാവുന്നതാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ എൻട്രി ആക്റ്റീവ് ആയിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി ടാർഗറ്റ് വരുന്നത് നമുക്ക് 40.66 40.66 അതെ 40.66 ആ സെല്ല് ബൈ ആണല്ലോ. ടാർഗറ്റ് വരുന്നത് നമുക്ക് 41.74 41.74 ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. നമുക്ക് രാവിലെ തന്നെ ആ ട്രേഡ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അതായത് രാവിലെ 6:30 തന്നെ ആ ഒരു ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെല്ല് അന്ന് ആക്റ്റീവായിട്ടില്ല. ഇനി നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് വരാം. ഇനി ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് നമുക്ക് നോക്കാം. 4,175 ഇവിടെ നമുക്ക് 176 ബൈ വന്നിട്ടുള്ളത്. 176 4,176 ബൈയും അതുപോലെ 160 സെല്ലും. 160 സെല്ലും. ഇവിടെ നമുക്ക് നോക്കാം മാർക്കറ്റ് 175 ഓക്കെ. അപ്പോൾ നമുക്ക് ബൈ വന്നിട്ടുള്ളത് 176 176 നമ്മളോട് വരച്ചിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് തന്നെ എൻട്രി പ്രൈസിൻ്റെ മുകളിലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്കിവിടെ എൻട്രി ആക്റ്റീവ് ആയിട്ടുണ്ട്. എൻട്രി ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് 190 നമുക്കിവിടെ മാർക്കറ്റ് 190 കഴിഞ്ഞ് 201 വരെ പോയിട്ടുണ്ട്. അപ്പോൾ 201 വരെ പോകുന്ന സമയത്ത് നമുക്കറിയാം ടാർഗറ്റ് 206 206ൻ്റെ അവിടേക്ക് പോയിട്ടുമില്ല. അപ്പോൾ നമുക്ക് അന്ന് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഇല്ലാത്ത വിധം ലോങ് എൻട്രി അവസാനിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇനി നമുക്ക് സെൽ എൻട്രി എവിടെ വരെ പോയി നോക്കാം. സെല്ല് ആക്റ്റീവ് ആകുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ സെൽ എൻട്രി ആക്റ്റീവ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കതിൻ്റെ ടാർഗറ്റ് 1 വരുന്നത് 146
146 കഴിഞ്ഞ് 129 വരെ ഇവിടെ വന്നിട്ടുണ്ട്. 129 ഏകദേശം ടാർഗറ്റ് 2, അതായത് നമുക്ക് അന്നൊരു $16 പ്രോഫിറ്റ് കിട്ടുന്ന വിധത്തിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. പിന്നെ അതിലും കൂടുതൽ പോയിട്ടുണ്ട് മാർക്കറ്റ്, നമുക്കറിയാം. ഇല്ല. അപ്പോൾ അന്നത്തെ ദിവസം മാർക്കറ്റ് നമുക്ക് ലോസും ഇല്ല, എന്നാൽ നമുക്ക് ചെറിയൊരു പ്രോഫിറ്റോട് കൂടി എക്സിറ്റ് ആകാൻ പറ്റുന്ന വിധത്തിൽ മാറി പോയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ദിവസത്തിലേക്ക് പോകാം. ഈ ദിവസത്തിൽ മാർക്കറ്റ് ക്ലോസ് ആകുന്നത് 165-നാണ്. അപ്പോൾ ഇവിടെ 165 എഴുതാം. ജനറേറ്റ് നമുക്ക് ബൈ വരുന്നത് 176-ന്. 176, 160, 176 കറക്റ്റാണല്ലോ. 166-ഉം 176, 160 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ അതേ സിഗ്നൽ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നമുക്കൊരു സെല്ല് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സെല്ലൊന്ന് വരച്ച് നോക്കാം. ഇവിടെയാണ് സെല്ല് ആക്റ്റീവ് ആകുന്നത്. ടാർഗറ്റ് നമുക്കിവിടെ കറക്റ്റ് ഏകദേശം നമ്മളെ ലൈനിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ടാർഗറ്റ് 3 വരുന്നത് സെല്ലിന് 114-ആണ്. നമുക്ക് 114 ജസ്റ്റ് ഒന്ന് വരച്ചിടാവുന്നതാണ്. 114 ഇവിടെയാണ് 114. 114-ൻ്റെ അവിടേക്ക് മാർക്കറ്റ് പോയിട്ടില്ല. അതിന് മുമ്പ് ഇവിടെ സ്റ്റോപ്പ് ലോസിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടാർഗറ്റ് 2 അന്ന് കിട്ടിയിട്ടുണ്ട്. ടാർഗറ്റ് 2 കിട്ടുന്ന സമയത്ത് ടാർഗറ്റ് 2ലേക്ക് നമ്മൾ ടാർഗറ്റ് 1 ആയിരിക്കും അന്ന് നമുക്ക് കിട്ടുക. അപ്പോൾ $17 മാത്രമാണ് ഇവിടെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, ഞാനത് തൽക്കാലം അവിടെ തന്നെ നിലനിർത്തുകയാണ്. ഇനി നമുക്ക് അടുത്ത ദിവസത്തേക്ക് പോകാം. ഇവിടെ മാർക്കറ്റ് ക്ലോസ് ആകുന്ന പ്രൈസ് 106-ആണ്. അവിടെ നമുക്ക് 106 എന്നെഴുതാം. ജനറേറ്റ് മാജിക് സിഗ്നൽ 112, 40, 96, 112, 112, 112-ഉം 40, 96, 40, 96 സെല്ല് ചെയ്യേണ്ട ഭാഗം വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, നേരെ വന്ന് ഇവിടെ സെല്ല് ആക്റ്റീവായിട്ട് അന്ന് സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിവിടെ ബൈ തന്നിട്ടുണ്ട്. ഇവിടെയാണ് ബൈ വരുന്നത്. ബൈ നമുക്ക് മാർക്കറ്റ് ടാർഗറ്റ് 1 വരെ പോയിട്ടുണ്ടാവും. 127 ബൈൻ്റെ ടാർഗറ്റ് 127. അപ്പോൾ 126 വരെ ആണ് നമ്മളെ ടാർഗറ്റ്. അപ്പം നമുക്ക് ഒരു ലോസും ഉണ്ട്. അതായത് സെല്ലിൽ നമുക്ക് ലോസും അതുപോലെ തന്നെ ബൈയിൽ നമുക്ക് ടാർഗറ്റും കിട്ടി. അപ്പോൾ അന്ന് നമുക്ക് നഷ്ടമില്ല ലാഭമില്ല എന്ന് വേണമെങ്കിൽ ഈ ദിവസത്തെ കുറിച്ച് പറയാം. ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാം 8-ാം തീയതി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ദിവസത്തേക്ക് പോകാം. ഇവിടെ മാർക്കറ്റ് ക്ലോസ് ആകുന്നത് 40.77, 40.77 നോക്കാം. 40.80, 40.64, 40.80, 40.80-ഉം 40.64. സോറി 40.64. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ മാർക്കറ്റ് വന്ന് ഇവിടെ ബൈ ആക്റ്റീവായിട്ടുണ്ട്. ബൈ ആക്റ്റീവായി ഏതാനും കുറച്ച് പോയതേ ഉള്ളൂ. അതായത് ടാർഗറ്റ് 1 പോയോന്നും അറിയില്ല, നോക്കാം. അത് കഴിഞ്ഞ് സ്റ്റോപ്പ് ലോസ് അടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ടാർഗറ്റ് 1 വന്നിട്ടുണ്ടോ നോക്കാം. ടാർഗറ്റ് 1 ബൈൻ്റെത് വരുന്നത് 40.93 ആണ്. 40.88 ഇല്ല,
അപ്പോൾ അന്ന് സ്റ്റോപ്പ് ലോസ് അടിഞ്ഞതായി. ഇവിടെ ബൈ സ്റ്റോപ്പ് ലോസ് അടിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്കിവിടെ സെല്ല് വന്നു, അതും ആക്റ്റീവായി, അതും ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിഞ്ഞു. അപ്പോൾ ഈ ദിവസം 2 സ്റ്റോപ്പ് ലോസാണ് അടിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ മൊത്തം കാൽക്കുലേഷൻ ഞാൻ ചെയ്യണില്ല, ഞാൻ ഓരോ ദിവസത്തെയും ട്രേഡ് നിങ്ങളെ കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ദിവസം നമുക്ക് 2 സ്റ്റോപ്പ് ലോസാണ്. ഇനി നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോകാം. ഇവിടെ മാർക്കറ്റ് ക്ലോസ് ആകുന്ന പ്രൈസ് വരുന്നത് 4123. 4123. ഓക്കെ, 128, 112. 4128, 4112. ഇവിടെ ആദ്യമായി ഇവിടെ ബൈ ആക്റ്റീവായിട്ടുണ്ട്, അത് സ്റ്റോപ്പ് ലോസ് അടഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് സെല്ല് ഇവിടെ തന്നെ ആക്റ്റീവായിട്ടുണ്ട്, അതും സ്റ്റോപ്പ് ലോസ് അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസവും നമുക്ക് 2 സ്റ്റോപ്പ് ലോസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ദിവസത്തേക്ക് വരാം. ഇവിടെ മാർക്കറ്റ് ക്ലോസ് ആകുന്നത് 119-ലാണ്. നമുക്കിവിടെ 119 ടൈപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് 128, 112 മിഞ്ഞാന്നത്തെ അതേ ലെവലിലാണ്. 128, 112. ഓക്കെ, നമ്മൾ വരച്ച ലൈൻ ഇവിടെ കറക്റ്റാണ്. 128, 112. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് തന്നെ മാർക്കറ്റ് എൻട്രിയോട് കൂടിയായിരിക്കണം. ഇത് സോഫ്റ്റ്വെയർ വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അന്നത്തെ ദിവസമാണെങ്കിൽ ഈ മാർക്കറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് തന്നെ ഇവിടെ ട്രേഡ് എൻട്രി എടുക്കും. എൻട്രി എടുത്താൽ നമുക്കറിയാം, ഇവിടെ നോക്കിയാൽ തന്നെ കാണാം കറക്റ്റ് 3 ടാർഗറ്റ് നമുക്ക് അടിഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാനൊന്ന് വരച്ച് കാണിക്കാം. ഇവിടെ നമ്മളെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. സ്റ്റോപ്പ് ലോസിൻ്റെ അവിടേക്ക് മാർക്കറ്റ് പോയിട്ടേ ഇല്ല. ടാർഗറ്റ് 3 വരുന്നത് 40.66. നമുക്ക് 40.66. ഓക്കെ, ടാർഗറ്റ് ഇവിടെ തന്നെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ രാവിലത്തോടുകൂടി തന്നെ ട്രേഡ് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 8:30 ആയപ്പോഴേക്ക് ഈ ഒരു ടാർഗറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തൊരു ദിവസത്തേക്ക് വരാം. ഇവിടെ ഞാൻ ഈ ലൈൻസ് ഒന്ന് താഴേക്ക് വലിച്ചിടുന്നുണ്ട്. കുറേ ലൈൻസ് വേണ്ടാന്ന് എഴുതിയിട്ടോ. ഓക്കെ, നമുക്ക് മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് പ്രൈസ് നോക്കാം. ഇവിടെ മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് പ്രൈസ് വരുന്നത് 4000 ആണ്. നമുക്കിവിടെ 4000 ടൈപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് എൻട്രി ലോങ് വരുന്നത് 4000-ഉം 3984-ആണ്. 4000. അപ്പോൾ നമുക്കിവിടെ 4000 ടൈപ്പ് ചെയ്യാം. സെല്ല് വരുന്നത് 3984. 3984. മാർക്കറ്റ് ഇവിടെ വന്നു. മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് തന്നെ ബൈ ആക്റ്റീവ് ആയിക്കൊണ്ടാണ്. സ്റ്റോപ്പ് ലോസ് അടിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് വരുമ്പോൾ തന്നെ നമുക്കിവിടെ ടാർഗറ്റ് ഹിറ്റാവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സെല്ല് ആക്റ്റീവ് ആവും. അപ്പോൾ നമുക്ക് സെല്ല് ആക്റ്റീവായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് രണ്ടും സ്റ്റോപ്പ് ലോസ് അടങ്ങിയ ഒരു രീതിയിലാണ് ഈ മാർക്കറ്റ് ഉള്ളത്. പക്ഷേ ഇവിടെ ബൈ നമുക്ക് നല്ല രീതിയിൽ ടാർഗറ്റ് കിട്ടുന്ന രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റോപ്പ് ലോസിന് ശേഷമാണ് അടിഞ്ഞത്. ഇതിന് നമ്മുടെ സോഫ്റ്റ്വെയറിലൊരു ചെറിയ സംവിധാനം ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പണായി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ട്രേഡ് ആക്റ്റീവ് ചെയ്യാതെ ഒരു നിശ്ചിത സമയത്തിന് ശേഷം ട്രേഡ് ആക്റ്റീവ് ആകുന്നൊരു രീതി നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം മാർക്കറ്റ് ഓപ്പൺ ആകുന്ന സമയം നമുക്കറിയാം, അത് കൂടുതൽ വോൾട്ടാലിറ്റി ഒന്നും ഇല്ലാത്ത, വോള്യം വളരെ കുറവുള്ള രീതിയിലുള്ള ഒരു മാർക്കറ്റായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ട്രേഡ് വരുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഇവിടുന്നോ ഇവിടെ കയറ്റായിരിക്കും ചിലപ്പോൾ എൻട്രി എടുക്കുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ ടാർഗറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ മാനുവലായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ 2 സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് മാർക്കറ്റ് അടുത്ത ദിവസത്തേക്ക് വരാം. ഇപ്പോൾ 15-ാം തീയതി എത്തിയിട്ടുണ്ട്. നമുക്ക് അറിയാം ഇവിടെ മാർക്കറ്റ് ക്ലോസ് ആകുന്നത് 40.53-നാണ്. 53. ഇവിടെ 40.64.
64, 4064, 4048. ഇവിടെ നമുക്കിവിടെ ബൈ ആക്റ്റീവായിട്ടില്ല, സെല്ല് ആക്റ്റീവായിട്ടുണ്ട്. സെല്ല് ആക്റ്റീവായിട്ട് നമുക്ക് ടാർഗറ്റ് 2 വരെ പോയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ടാർഗറ്റ് 2 വരുന്നത് 4018 അപ്പോൾ ഇവിടെ 40, 17, 17 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടാർഗറ്റ് 2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് നമുക്കൊരു $16 പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു ബൈ എൻട്രി ഉണ്ട്. അത് എടുക്കുകയായിരുന്നെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് അടഞ്ഞിട്ടുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയുന്നത്, നമുക്ക് ഏതാണോ ആദ്യം ആക്റ്റീവ് ആയത് അത് ടാർഗറ്റ് കിട്ടുകയാണെങ്കിൽ മറ്റേ ട്രേഡ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്ന സിസ്റ്റവും, അതുപോലെ തന്നെ ഇവിടെ മാർക്കറ്റിൽ ഈ ഒരു ബൈ സ്റ്റോപ്പും സെൽ സ്റ്റോപ്പും, ഈ ഒരു പ്രൈസിന് ബൈ സ്റ്റോപ്പും ഈ ഒരു പ്രൈസിന് സെൽ സ്റ്റോപ്പും ഇട്ട് വെച്ചുകൊണ്ട് ഏതാണോ ആക്റ്റീവ് ആയത് അത് പ്രോഫിറ്റ് അടിച്ചു കഴിഞ്ഞാൽ മറ്റത് ഡിലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ട്രേഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യുക. മാനുവലായി ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ചൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് മാർക്കറ്റ് അടുത്ത ദിവസത്തേക്ക് പോകാം. അപ്പോൾ ഇവിടെ നമുക്കിവിടെ സെല്ല് വന്നു. അത് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിയാത്ത രീതിയിൽ തന്നെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു $16 പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻട്രി എടുക്കുകയാണെങ്കിൽ ഇവിടെ 16 പോവുകയും ചെയ്യും. അപ്പോൾ ഈ ദിവസത്തിൽ നമുക്ക് ലാഭവും നഷ്ടവും ഇല്ലാതെ അവസാനിക്കും. ഇനി നമുക്ക് അടുത്ത ദിവസത്തേക്ക് വരാം. മാർക്കറ്റ് ഇവിടെ ക്ലോസ് ആകുന്നത് 40.59 40.59. ഇവിടെ നേരത്തെ അതേ ബൈയും സെല്ലും തന്നെയാണ്. നമ്മളിവിടെ അക്കം മാറിയെന്ന് കരുതി ഇവിടെ എപ്പോഴും അക്കം മാറിക്കൊള്ളണമെന്നില്ല. കാരണം ഇതൊരു പ്രത്യേക കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഈ ഒരു മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. അത് നമുക്കറിയാം. അല്ലാതെ നമ്മൾ ഓപ്പൺ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് കറക്റ്റ് ഒരു 10 20 പിപ്പ് അല്ലെങ്കിൽ വാല്യൂ അപ്പുറം നോക്കിയിട്ടുള്ള ബൈയും സെല്ലും അല്ലാന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് നേരത്തെ അതേ ലെവൽ തന്നെ നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ആയതിന് ശേഷം പിന്നീട് മാർക്കറ്റ് ആ ഒരു ലൈനിലേക്ക് പോയിട്ടില്ല. സെല്ല് ഇവിടെ ആക്റ്റീവായിട്ടുണ്ട്. അതിവിടെ ടാർഗറ്റും കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് വരച്ച് നോക്കാം. നമ്മുടെ സെൽ എൻട്രി വരുന്നത് ഇവിടെയാണ്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഇവിടെയാണ്. ടാർഗറ്റ് വരുന്നത് ഏകദേശം $45 ടാർഗറ്റ് വരിക. അപ്പോൾ നമുക്ക് ടാർഗറ്റ് ഇവിടെ വന്ന് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഏകദേശം 6 PM വൈകുന്നേരമാണ് ടാർഗറ്റ് അടിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ നമുക്ക് $45 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ദിവസത്തേക്ക് പോകാം. ഇവിടെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ആകുന്നത് 3976 3976 984 3984 3984 ഒന്ന് വരുന്നത്. അടുത്തത് വരുന്നത് 3969 3969. ഇവിടെ മാർക്കറ്റ് ഓപ്പണായി. നമുക്ക് ബൈ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റോപ്പ് ലോസ് അടഞ്ഞിട്ടില്ല. മാർക്കറ്റ് ഇവിടെ വരെ പോയി. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം. ഇവിടെ മാർക്കറ്റ് വന്നിട്ടുള്ളത് 4008 അതായത് 4008. അപ്പോൾ നമുക്കിവിടെ ടാർഗറ്റ് 1 കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കന്ന് സ്റ്റോപ്പ് ലോസ് അടിയുന്നില്ല. നമ്മൾ ബ്രേക്ക് ഈവൻ ചെയ്ത് പ്രോഫിറ്റും ലോസും ഇല്ലാത്ത വിധം കട്ട് ചെയ്യുന്ന വിധത്തിലേക്ക് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് പിന്നെ ഇവിടെ വന്നു. കുറേ പോയതിൻ്റെ ശേഷം ഇവിടെ സെല്ല് എടുക്കുന്ന ആളുകൾക്ക് സ്റ്റോപ്പ് ലോസ് അടിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം അന്ന് ഇവിടെ 16 പോവുകയും ചെയ്തു. ഇവിടെ നമുക്കൊന്നും കിട്ടിയതുമില്ല. 2 ട്രേഡ് എടുക്കുന്ന ആളുകൾക്ക് അങ്ങനെയാണ് സംഭവിക്കുക. ഓക്കെ, അടുത്ത ദിവസത്തേക്ക് പോകാം. ഇവിടെ മാർക്കറ്റ് ക്ലോസ് ആകുന്നത് 4016 4016. അതിലോ ലോങ് എൻട്രി വരുന്നത് 4016 തന്നെയാണ്. 4000 4016 4016 സെല്ല് വരുന്നത് 4000. ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് തന്നെ സെൽ എൻട്രി ആക്റ്റീവ് ആയിക്കൊണ്ടാണ്.
അപ്പോൾ ഇവിടെ നമുക്ക് സെല്ലെടുത്തു, സ്റ്റോപ്പ് ലോസ് അടിഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ ബൈ എടുത്തു. ബൈ എടുത്തിട്ട് കുറച്ച് മാത്രമാണ് മാർക്കറ്റ് മേലോട്ട് പോയത്. നമുക്ക് നോക്കാം എവിടെ വരെ പോയി എന്നുള്ളത്. 4028 വരെ പോയി. 4028. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിഞ്ഞു. രണ്ടും സെല്ലും ബൈയും സ്റ്റോപ്പ് ലോസ് അടിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് മാർക്കറ്റ് അടുത്ത ദിവസം ക്ലോസ് ആകുന്നത് 4007 അപ്പോൾ നമുക്ക് ഇതേ പ്രൈസ് തന്നെയാണ്. നമുക്ക് 416 4000 തന്നെയാണ് ബൈയും സെല്ലും വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ മാർക്കറ്റ് ഓപ്പണായി. സെല്ല് ഇവിടെ ആക്റ്റീവായി എന്ന് വേണമെങ്കിൽ പറയാം. ആക്റ്റീവായിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ലോസ് അടിഞ്ഞു. അത് കഴിഞ്ഞാൽ ഇവിടെ ബൈ വന്നു. അത് നമുക്ക് കൃത്യമായി പ്രോഫിറ്റിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ബൈ ഇവിടെ ഒന്ന് വരച്ച് നോക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഇവിടെയാണ്. ടാർഗറ്റ് 45. ഓക്കെ. മാർക്കറ്റ് രാവിലെ തന്നെ നമുക്ക് TP തന്നിട്ടുണ്ട്. ഏകദേശം 10 മണിയായപ്പോഴേക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 45-ൽ നിന്ന് 16 പോയാൽ $30 അന്ന് പ്രോഫിറ്റാണ്. അതല്ല ഈ എൻട്രി ഇവിടെ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ പ്രോഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്ത ദിവസത്തേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ 26-ാം തീയതിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ മാർക്കറ്റ് ക്ലോസ് ആകുന്ന പ്രൈസ് 40.77 40.77. അപ്പോൾ നമുക്ക് 80.64 വരുന്നത്. 40.80 40.80 40.64. മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് തന്നെ ബൈ എൻട്രിയോട് കൂടിയാണ്. അത് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിവിടെ നിന്ന് വരച്ച് നോക്കാം. ഇവിടെയാണ് നമ്മുടെ എൻട്രി വരുന്നത്. സ്റ്റോപ്പ് ലോസ് ഈ ലൈനിലും ടാർഗറ്റ് 45. അപ്പോൾ ഏകദേശം നമുക്ക് 7:45 ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ വരാം. ഇവിടെ നമുക്ക് മാർക്കറ്റ് ക്ലോസ് ആകുന്ന സമയം 4:130. 144-ലാണ് ബൈ എൻട്രി വരുന്നത്. അപ്പോൾ നമുക്ക് ബൈ ആക്റ്റീവായിട്ടില്ല. സെല്ല് വരുന്നത് 128-നാണ്. സെല്ല് ഇവിടെ ആക്റ്റീവായിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് തന്നെ ആക്റ്റീവ് ആയിക്കൊണ്ടാണെന്ന് പറയാം. സ്റ്റോപ്പ് ലോസ് അടഞ്ഞിട്ടില്ല. നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇവിടെ തന്നെ ആക്റ്റീവായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും സ്റ്റോപ്പ് ലോസ് നമുക്കിവിടെ വരക്കാം. ടാർഗറ്റ് 45. ഏകദേശം ഈ ഒരു സമയമായപ്പോഴേക്ക്, അതായത് 4:45 നമ്മുടെ ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ദിവസത്തേക്ക് പോകാം. ഈ ലൈൻ നമുക്കൊന്ന് താഴേക്ക് വരച്ചു വെക്കാം. ഇനി മാർക്കറ്റ് ക്ലോസ് ആകുന്ന സമയം എന്ന് പറയുന്നത്, പ്രൈസ് എന്ന് പറയുന്നത് 40.49. 40.49. അപ്പം നമുക്ക് 4064-ഉം 4048-ഉമാണ്. 4064 4064-ഉം 44-ഉം 4048-ഉം. ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് തന്നെ സെൽ എൻട്രിയോട് കൂടിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടാർഗറ്റ് 1-ൻ്റെ മേലെ കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ടാർഗറ്റ് 1 വരുന്നത് 40.34, 40.18. 40.18 മാർക്കറ്റ് എത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക്
സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഇല്ലാത്ത വിധമാണ് ഇവിടെ ഉള്ളത്. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഇവിടെ നമുക്ക് ബൈ എൻട്രി ആക്റ്റീവായിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെ ടാർഗറ്റ് 1 കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് രണ്ടിലും സ്റ്റോപ്പ് ലോസ് ഇല്ലാത്ത വിധം കിട്ടുക. 40.82 ഇവിടെ 78 ടാർഗറ്റ്. അപ്പം നമുക്ക് ഇവിടെ 2 സ്ഥലത്തും നമുക്ക് ബ്രേക്ക് ഈവനാണ് കിട്ടിയിട്ടുള്ളത്. ലോസും ഇല്ല, പ്രോഫിറ്റും ഇല്ല. അത് കഴിഞ്ഞ് നമുക്ക് 27-ാം തീയതിയിലേക്ക് വരാം. ഇവിടെ മാർക്കറ്റ് ക്ലോസ് ആകുന്ന പ്രൈസ് 40.52. അപ്പോൾ നമുക്ക് 64.48 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എത്രയാണ്? 40.64. ഓക്കെ, 40.64 കിട്ടിയിട്ടുള്ളത്. ഇവിടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് അന്ന് ട്രേഡ് എടുക്കാൻ പറ്റാത്ത വിധത്തിൽ മാർക്കറ്റ് വളരെ ഗ്യാപ്പപ്പോട് കൂടിയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് മാനുവലായിട്ട് ട്രേഡ് എടുക്കുന്ന ആളുകൾക്ക് എൻട്രി കിട്ടാനുള്ള സാധ്യത കുറവാണ്. അല്ലാത്ത സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഇവിടെ മിക്കവാറും എൻട്രി എടുത്തിട്ടുണ്ടാവും, ബ്രേക്ക് ഈവൻ ആയിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് ഒഴിവാക്കാം. ഇനി അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് നമുക്കറിയാം ഇവിടെ 40.76. 40.76. അപ്പോൾ 40.80 64 ആണ്. 40.80 ഓക്കെ. ഇവിടെ മാർക്കറ്റ് ഇവിടുന്ന് ഓപ്പണായി. ഇവിടുന്ന് നമുക്ക് ഒരു സെൽ എൻട്രി തന്നിട്ടുണ്ട്. അത് സ്റ്റോപ്പ് ലോസ് അടഞ്ഞിട്ടില്ല. നമുക്ക് എത്ര വരെ പോയി? 40.12 വരെ പോയി. 40.12 വരെ പോയി. അപ്പോൾ മാർക്കറ്റ് ടാർഗറ്റ് 2 നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് മാർക്കറ്റിൽ $16 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ദിവസത്തേക്ക് പോകാം. ഇപ്പം നമ്മൾ 29-ാം തീയതിയിൽ എത്തിയിട്ടുണ്ട്. മാർക്കറ്റ് ക്ലോസ് ആകുന്ന സമയം 40.28. 40.28. 40.32 16. 40.32. 40.16. ഓക്കെ, ഇവിടെ സെല്ല് ആക്റ്റീവായിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസ് അടഞ്ഞിട്ടുണ്ട്. ഇവിടെ ബൈ ആക്റ്റീവായിട്ടുണ്ട്. അതിവിടെ ടാർഗറ്റ് 1 വരെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടാർഗറ്റ് 1 40.47. 40.47 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇവിടെ ബ്രേക്ക് ഈവനും ഇവിടെ സ്റ്റോപ്പ് ലോസും. ഒരു സ്റ്റോപ്പ് ലോസ് അന്ന് നമുക്ക് നഷ്ടമായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ദിവസത്തേക്ക് പോകാം. 30-ാം തീയതിയിലേക്കാണ് പോയിട്ടുള്ളത്. നമുക്കറിയാം മാർക്കറ്റ് ക്ലോസ് ആകുന്ന പ്രൈസ് 40.67. 40.80 64. 40.80. 40.80 40.64. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ എൻട്രി ബൈ തന്നിട്ടുണ്ട്. മാർക്കറ്റ് ടാർഗറ്റ് 1 പോയിട്ടുണ്ട്. അന്ന് സ്റ്റോപ്പ് ലോസ് ഇല്ല ഇവിടെ. അത് കഴിഞ്ഞ് ഇവിടെ സെല്ല് തന്നിട്ടില്ല. ഇവിടെ വീണ്ടും ബൈ തന്ന് ഇവിടെയാണ് പിന്നെ സെല്ല് തരുന്നത്. ഇവിടെ മാർക്കറ്റിൽ ടാർഗറ്റ് 2 വരെ പോയിട്ടുണ്ട്. അപ്പോൾ $16 അന്ന് പ്രോഫിറ്റ് ആയിരിക്കും. 40.28 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് 2 വരുന്നത് 34. അപ്പോൾ 28 വരെ പോയി. അപ്പോൾ അത് അന്ന് നമുക്കൊരു $16 പ്രോഫിറ്റിലായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ദിവസത്തേക്ക് പോകാം. ഇത് 31-ാം തീയതി വെള്ളിയാഴ്ചയാണ്. അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആഗസ്റ്റ് 1-നാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ നമുക്കിവിടെ മാർക്കറ്റ് ഒന്ന് നോക്കാം. ഇവിടെ മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസ് വരുന്നത് 4.104.
4,104. അപ്പോൾ നമുക്ക് 112ഉം 96ഉമാണ്. 112 ബൈ വരുന്നത് 4,112. 4,112ഉം 40,96. ഇവിടെ സെല്ല് ആക്റ്റീവായിട്ടുണ്ട്, ടാർഗറ്റ് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സെല്ല് ഇവിടെ വരക്കാം. $45 നമ്മുടെ ടാർഗറ്റ് 3 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഏകദേശം ഇവിടെ വരെ, അതായത് വൈകുന്നേരം 5:45 നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം മൊത്തത്തിൽ നോക്കുമ്പോൾ പ്രോഫിറ്റ് ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ. ഞാനിവിടെ കുറച്ച് ലൈൻസുകൾ മാത്രമേ വരച്ചിട്ടുള്ളൂ. ഈ വരച്ചതൊക്കെ പ്രോഫിറ്റുകൾ മാത്രമാണ്. സ്റ്റോപ്പ് ലോസ് അടഞ്ഞ ദിവസവും അതുപോലെ ബ്രേക്ക് ഈവൻ ആയതൊന്നും ഞാനിവിടെ വരച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ നോക്കിയാൽ നമുക്ക് പ്രോഫിറ്റ് ആണ് എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷനിൽ മനസ്സിലായത്. ഇനി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്ന ദിവസത്തിൽ പ്രോഫിറ്റ് ഉണ്ടെന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഇല്ലെന്നും മാർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എത്ര നഷ്ടം വന്നു ലാഭം കിട്ടിയെന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഈ blockchainsignal.blogspot.com എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഉപയോഗിക്കാവുന്നതാണ്.